എല്ലാവർക്കും സ്നേഹവന്ദനം. പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സൂം വഴിയായി ദൈവവചനം കേൾക്കുവാൻ ദൈവം നമുക്ക് ഒരവസരം നൽകിയിരിക്കുന്നു. ആ അവസരം പ്രയോജനപ്പെടുത്തി ഇന്ന് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുക. നാം ഇന്ന് ഒരു പുതിയ ബൈബിൾ ക്ലാസ് തുടങ്ങുകയാണ്. ഞാന് മനുഷ്യന്റെ സൃഷ്ടി മുതൽ ഉള്ള മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പരിപാടിയെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് അതിന്റെ ഒരു ഭാഗം മാത്രമേ പറയൂ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച അതിന്റെ രണ്ടാമത്തെ ഭാഗം നാം നോക്കുന്നത്. സൃഷ്ടിയെ കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. മനുഷ്യ സൃഷ്ടി, അതിനുശേഷം മനുഷ്യന്റെ വീഴ്ച, പാപം, ദൈവത്തിന്റെ രക്ഷയുടെ പരിപാടി, ദൈവത്തിന്റെ ഹിതം മനുഷ്യനെ ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തുന്നത്, അത് ദൈവത്തിന്റെ വർത്തമാനകാല പരിപാടിയായിരിക്കുന്ന രക്ഷാസഭ, ഇങ്ങനെ അനേക വിഷയങ്ങൾ നാം ഈ ക്ലാസ്സുകളിൽ കൂടെ പഠിക്കുന്നതാണ്. നിങ്ങൾ ദൈവവചനം അങ്ങനെ ക്രമാനുക്രമമായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ക്ലാസ്സുകൾ മുടങ്ങാതെ നിങ്ങൾ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായും വളരെയേറെ അനുഗ്രഹം തരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങളെ ഈ ക്ലാസ് കേൾക്കുക മാത്രമല്ല, നിങ്ങളുടെ സ്നേഹിതരും ബന്ധത്തിൽപ്പെട്ടവരുമായ അനേകർക്ക് ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയും അവരോട് ഈ ക്ലാസ്സുകൾ കേൾക്കുവാനായിട്ട് പറയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമുക്ക് പലപ്പോഴും ഭവനങ്ങളിൽ ചെന്ന് അറിയിക്കുവാനുള്ളതായിരിക്കുന്ന സാവകാശം കിട്ടുകയില്ല. എന്നാൽ ഭവനത്തിലുള്ളവർ അവരുടെ സ്വകാര്യതയിൽ അവരുടെ സമയമെടുത്ത് അവർക്ക് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുവാനുള്ളതായിരിക്കുന്ന സൗകര്യമുണ്ട്. അത് അവർക്ക് വളരെ അനുഗ്രഹം ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ഇന്ന് ഞാൻ മനുഷ്യ സൃഷ്ടിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനായിട്ട് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മനുഷ്യനെ സംബന്ധിച്ച്. ഇത് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് ദൈവം വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് ബാഹ്യമായ യാതൊരു ഇടപാടുകളും കൂടാതെ വസ്തുക്കളിൽ നിന്നും പരിണമിച്ച് ഉണ്ടായതാണ് മനുഷ്യൻ എന്ന് വിശ്വസിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമുണ്ട്. അധികമൊന്നും പഴക്കമുള്ള ഒരു ഉപദേശമല്ലാതെ 150 വർഷത്തിന് താഴെ മാത്രം പഴക്കമുള്ള ഒരു ഉപദേശമാണ്. എന്നാൽ മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭം മുതൽ ഇന്നുവരെ ലോകത്തുള്ള മനുഷ്യരിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത് മനുഷ്യനങ്ങനെ പരിണമിച്ചുണ്ടായി എന്നല്ല, പിന്നെയോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ ഈ ചെറിയ വലിയ പ്രായമെന്ന് പറയുന്നില്ല, 83 വയസ്സായി. ഈ പ്രായത്തിൽ ഞാൻ ഒന്നും പരിണമിച്ചുണ്ടാകുന്നത് കണ്ടിട്ടില്ല. എന്തെങ്കിലും സാധനങ്ങൾക്ക് ദീർഘവർഷങ്ങൾ വെച്ചിരുന്നാൽ അത് കേടായി പോകുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പാല് കൃമികളുണ്ടാകുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും അത് പാല് പരിണമിച്ചാലുണ്ടാകുന്നത് അതിനുള്ളതായിരിക്കുന്ന അണുക്കളോ ഈച്ചമുട്ടയിട്ടതോ ഒക്കെ അങ്ങനെ കൃമിയായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഒന്നും തനിയെ പരിണമിച്ചുണ്ടാകുന്നില്ല എന്നതാണ് സത്യം. നമ്മുടെ എല്ലാ അനുഭവവും അത് തന്നെയാണല്ലോ പറയുന്നത്. എന്നെ കേൾക്കുന്നവരിൽ ഒരാൾ പോലും ഇന്നേ വരെ ഒരു ജീവനും പരിണമിച്ചുണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് എങ്ങനെയാണ് ജീവൻ ഉണ്ടാകുന്നത്? നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും കണ്ടിട്ടോ ജീവനില്ലാത്ത കല്ലിൽ നിന്നും മണ്ണിൽ നിന്നും ജീവനുള്ള ജീവികൾ ഉണ്ടായി വരിക? ഉണ്ടാകുന്നില്ല. ചെറിയ ചെറിയ ജീവികളിൽ നിന്ന് വലിയ വലിയ ജീവികൾ പരിണമിച്ചുണ്ടായി എന്നുള്ളതാണല്ലോ പരിണാമം. അതും എങ്ങനെ സാധിക്കുന്നു? ഒരിക്കലും സാധിക്കുകയില്ല. ധാർമ്മിക ബോധമില്ലാത്ത ജീവികളിൽ നിന്നും ധാർമ്മികമുള്ള മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ദൈവബോധമില്ലാത്ത ജീവികളിൽ നിന്നും ദൈവബോധമുള്ള മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതൊന്നും സാധ്യമായ കാര്യങ്ങളല്ല. പിന്നെ ഒരു തിയറി എന്ന നിലയിൽ ദൈവത്തെ മാറ്റി നിർത്തുവാൻ ഇഷ്ടമുള്ളവർക്ക് മുറുകെ പിടിക്കുവാൻ യോഗ്യമായതല്ലെങ്കിലും മുറുകെ പിടിക്കുന്ന ഒരു തിയറി എന്നേ ഉള്ളൂ. വെള്ളത്തിൽ മുങ്ങി വരിക്കുന്ന ആളുകളുടെ കരങ്ങളില് പലപ്പോഴും ഏതെങ്കിലും വെള്ളത്തിലുള്ള ഇലയോ കമ്പോ എന്തെങ്കിലും അവരതിൽ മുറുകെ പിടിച്ചിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. കാരണം മുങ്ങിച്ചാകുന്ന മനുഷ്യനെ എന്തെങ്കിലും അഭയമായി ഒരു കല്ല് കിട്ടിയാൽ അതിലും പിടിച്ചു തൂങ്ങുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് എന്ന് മനുഷ്യനെ കുറിച്ച് പഠിക്കുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാകുന്നതാണ്. മനുഷ്യൻ ദൈവത്തിന്റെ പ്രത്യേക സൃഷ്ടിയാണ്. പ്രപഞ്ചത്തിലുള്ള സകലത്തെയും ദൈവം തന്റെ ശക്തിയുള്ള വചനത്താൽ സൃഷ്ടിച്ചു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്.
24 മണിക്കൂർ വീതം ഉള്ള 6 അക്ഷരാർത്ഥ ദിവസം കൊണ്ട് സകലവും സൃഷ്ടിച്ചു എന്ന് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-2 അധ്യായങ്ങൾ സൃഷ്ടിയെക്കുറിച്ച് വ്യക്തമായി പറയുന്ന അധ്യായങ്ങളാണ്. നിങ്ങൾ അത് ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളൊരു ബൈബിൾ അത് വാങ്ങുകയും അതിന്റെ 1-2 അധ്യായങ്ങൾ വ്യക്തമായി വായിക്കുകയും ചെയ്താൽ ഈ സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അവിടെയെല്ലാം പറഞ്ഞിരിക്കുന്നത് ദൈവം കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി എന്നാണ്. സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. ദൈവത്തിന്റെ വാക്കിന്റെ ശക്തിയാലാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. ദൈവത്തിന്റെ നിത്യ തീരുമാനത്തിന്റെ നിശ്ചയപ്രകാരമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അങ്ങനെ ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അങ്ങനെയാണ് മനുഷ്യ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത്. ജന്തുക്കളെ സൃഷ്ടിച്ചപ്പോ അതിനു മുമ്പുള്ള ദൈവത്തിന്റെ വിചിന്തനത്തെ പറ്റിയും തീരുമാനത്തെ പറ്റിയും പറയുന്നില്ല. എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നാം വായിക്കുന്നത് ദൈവത്തിന്റെ വ്യക്തമായിരിക്കുന്ന തീരുമാനപ്രകാരമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ്. അങ്ങനെ ദൈവം നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. പിതൃപുത്രാത്മാവായിരിക്കുന്ന ദൈവം ആലോചിച്ചാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് മാത്രമല്ല, ആ സൃഷ്ടി എങ്ങനെയായിരിക്കണമെന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എങ്ങനെ പെരുമാറണമെന്നും ഒക്കെ ദൈവം മുന്നമേ നിശ്ചയിക്കുകയും അത് സൃഷ്ടിക്ക് ശേഷം മനുഷ്യനെ വെളിപ്പെടുത്തുകയും ചെയ്തു. ഇതിലാ സൃഷ്ടികളിന്മേൽ അധികാരവും ഉടമസ്ഥാവകാശവും ഉള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനോട് പറഞ്ഞത് സകലവും കീഴ്പ്പെടുത്തി വാഴുക എന്നാണ്. 6 ദിവസം കൊണ്ട് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ച സകല ജന്തുവിന്മേലും ഇടജാതികളിന്മേലും പറവകളിന്മേലും എല്ലാം മനുഷ്യന് ആധിപത്യം ദൈവം നൽകുകയാണ് ചെയ്തത്. മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് എടുത്തു പറയുന്നത് ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് അവനെ സൃഷ്ടിച്ചതെന്നാണ്. ജന്തുക്കളെ പറ്റി അങ്ങനെയൊന്നും പറയുന്നില്ല. ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. തീർച്ചയായിട്ടും ദൈവത്തിന്റെ മനസ്സിൽ ഒരു രൂപം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിന് പ്രകാരം ഉണ്ടായി. എന്നാൽ ദൈവം ദൈവത്തിന്റെ തന്നെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതാണ് മനുഷ്യ സൃഷ്ടിയുടെ ഏറ്റവും വലിയ ഉത്കൃഷ്ടത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആണും പെണ്ണുമായിട്ടാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. കാരണം മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പിന് അത് ആവശ്യമായിരുന്നു. ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന ഇതര സൃഷ്ടികളിന്മേൽ അധികാരമുള്ളവരായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. വാഴുക എന്നതിൽ ആ ആശയം വളരെ വ്യക്തമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ വിവരണം ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ നൽകിയിട്ടുണ്ട്. നിലത്തെ പൊടി കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം പറയുന്നുണ്ട്. ഇതേക്കുറിച്ച് ആർക്കും സംശയത്തിന് ആവശ്യമില്ല. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്, മണ്ണുകൊണ്ടാണ്. അതുകൊണ്ടാണ് മണ്ണിലുള്ളതായിരിക്കുന്ന എല്ലാ മൂലകങ്ങളും ലോഹങ്ങളും ഒക്കെ മനുഷ്യനിലുള്ളത്. മനുഷ്യനെ വിശകലനം ചെയ്ത് പറഞ്ഞിട്ടുള്ളവര് ഇരുമ്പും കോപ്പറും അതുപോലെ തന്നെ മഗ്നീഷ്യവും സിങ്കും ഇങ്ങനെയുള്ളതായിരിക്കുന്ന എല്ലാ മണ്ണിലുള്ള സാധനങ്ങളും മനുഷ്യരിൽ അതിന്റെ അംശം കാണുവാനായിട്ട് കഴിയുന്നതാണ്. മനുഷ്യനെ മണലിലെടുത്തത് കൊണ്ടാണ് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മണ്ണിലേക്ക് തിരികെ പോകുന്നത്. മണ്ണിന് കൊടുക്കുക എന്നാണ് ചില ഭാഷകളില് ശവസംസ്കാരത്തിന് പറയുന്നത്. ആരും മരിച്ചുപോയി, ഇന്ന ദിവസം ഇത്ര മണിക്ക് അദ്ദേഹത്തെ മണ്ണിന് നൽകുന്നതാണ്. കാരണം മണ്ണിൽ നിന്നാണ് എടുത്തത് എന്നുള്ളതായിരിക്കുന്ന സത്യം അറിയാവുന്ന മനുഷ്യൻ അങ്ങനെ പറയാനായിട്ട് സാധിക്കും. സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന മനുഷ്യരൂപത്തിന് ദൈവം തൻ്റെ ജീവശ്വാസത്തെ ഊതിയാണ് ജീവനുള്ളവനാക്കി തീർത്തത്. ജന്തുക്കളെ പറ്റി പറയുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ജീവനുള്ള ജീവികളായിട്ട് അവരൊക്കെ ഉണ്ടാവുകയാണ് ചെയ്തത്.
എന്നാൽ മനുഷ്യന്റെ ശരീരത്തെ മണ്ണുകൊണ്ട് മെനഞ്ഞിട്ട് ആ മെനഞ്ഞതായിരിക്കുന്ന പ്രതിമയ്ക്ക് ഉള്ളിലേക്ക് ദൈവം തന്റെ ജീവശ്വാസത്തെ കടത്തിവിട്ടു. അപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ്. മനുഷ്യന്റെ ഉത്കൃഷ്ടതയ്ക്ക് കാരണം അതാണ്. ഈ ഉത്കൃഷ്ടതയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മനുഷ്യൻ എപ്പോഴും സംസാരിക്കുന്നത്. മനുഷ്യന് മാത്രമുള്ളതാണ് ഈ ദൈവം നൽകിയതായിരിക്കുന്ന ദൈവത്തിന്റെ ശ്വാസം, ആത്മാവ് എന്നുള്ളത്. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ്, ലിവിങ് സോൾസ് എന്നാണ്. മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ദൈവം നൽകിയതായിരിക്കുന്ന ആത്മാവ് പുറപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവശേഷിക്കുന്ന വസ്തുവിനെ നമ്മൾ ശവം എന്നാണ് പറയുന്നത്. ശവസംസ്കാരം, ശവദാഹം എന്നൊക്കെയാണല്ലോ പറയാറുള്ളത്. മറ്റേത് ജന്തുവിനെ സംബന്ധിച്ചും മരിച്ചു കഴിഞ്ഞാലും ആ ജന്തുവിന്റെ പേര് തന്നെയാണ് അതിന് കൊടുക്കുന്നത്. ഇപ്പോൾ ആടിനെ അറുത്തു കഴിഞ്ഞാലും അവശേഷിക്കുന്ന ഇറച്ചിക്ക് ആടൻ തന്നെയാണ് പറയുന്നത്. 1 കിലോ ആട് തരാനേ പറയും. മനുഷ്യനെ ആണെങ്കിൽ അവശേഷിക്കുന്ന ശവമാണ്. ആരും ഇറച്ചിക്കടയിൽ കയറി 1 കിലോ ശവം തരാൻ പറയില്ല, ആടിന്റെ ശവം തരാൻ പറയില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ജന്തുക്കളെ സംബന്ധിച്ച് അവയ്ക്ക് പ്രധാനമായുള്ളത് അവയുടെ വിലയെന്ന് പറയുന്നത് അതിന്റെ ശരീരത്തിനാണ്. എത്ര കിലോ തൂക്കമുണ്ട് ഒരു ജന്തുവിന് എന്നത് കണക്കാക്കിയാണല്ലോ കശാപ്പുകാർ അതിനെ വാങ്ങുന്നത്. എന്നാൽ മനുഷ്യനെ അവന്റെ തൂക്കവും വലിപ്പവും അല്ല അവന്റെ മഹത്വത്തിന് കാരണം. അവന്റെ ഉള്ളിലുള്ള ആത്മാവാണ്, അവനുള്ള ജീവനാണ്. അത് ദൈവത്തിൽ നിന്നും പകർന്നതാകയാൽ അതിന്റെ വില മനുഷ്യനെ നിശ്ചയിക്കുവാനായിട്ട് കഴിയുന്നതല്ല. ദൈവം അങ്ങനെ തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന മനുഷ്യനെ ദൈവം ഏദൻ എന്ന ഒരു മനോഹരമായ തോട്ടത്തിലേക്കാണ് കൊണ്ടാക്കിയത്. മനുഷ്യനെ പാർക്കുവാൻ ദൈവം ആദ്യം ഒരുക്കിയത് ഒരു തോട്ടമാണ്. സകലവിധ വൃക്ഷങ്ങളും ഫലങ്ങളും പൂക്കളും നിറഞ്ഞതായിരിക്കുന്ന ഒരു തോട്ടം. നദികളാൽ ചുറ്റപ്പെട്ട് നനയ്ക്കപ്പെട്ടതായിരിക്കുന്ന ഒരു മനോഹര തോട്ടം. അവിടെ അവനെ കൊണ്ടാക്കി. അവിടെ കൊണ്ടാക്കിയെന്ന് മാത്രമല്ല, ആ തോട്ടത്തിന്റെ മേൽ അവന് സർവാധിപത്യം നൽകി എന്ന് പറയാം. ഈ തോട്ടത്തിലുള്ള എല്ലാ ഫലങ്ങളും നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നുള്ള അനുവാദമാണ് ദൈവം അവന് നൽകിയത്. എന്നാൽ ഒരു വൃക്ഷത്തിന്റെ ഫലത്തെ സംബന്ധിച്ച് മാത്രം അവന് വിലക്ക് ഏർപ്പെടുത്തി. അതിന് ദൈവത്തിന് പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നതാണ്. അപ്പോ ദൈവത്തിന്റെ ഏറ്റവും ഉത്തമമായ സൃഷ്ടിയാണ് ഏദൻ തോട്ടം എന്ന് പറയാം, ഭൗതിക വശത്തോടുള്ള ബന്ധത്തിൽ. അവിടെയാണ് ദൈവം മനുഷ്യനെ ആക്കി വെച്ചത്. ആ തോട്ടത്തിലുള്ള സകലത്തിന്മേലും മനുഷ്യനെ ആധിപത്യവും ദൈവം നൽകി. ദൈവം സൃഷ്ടിച്ച നാളിൽ മനുഷ്യനൊരു സസ്യബുക്കായിരുന്നു എന്ന് വിചാരിക്കുന്നത് തെറ്റില്ല. പഴവും നട്ട്സും ഒക്കെ അവന് ധാരാളം. ഫ്രൂട്ടേറിയൻ ആൻഡ് നട്ടേറിയൻ എന്ന് ചിലർ പറയാറുണ്ട്. നട്ട്സ് കൊണ്ടും ഫ്രൂട്ട്സ് കൊണ്ടും ജീവിച്ച ഒരാള് അങ്ങനെ ആയിരിക്കണമെന്നില്ല. അങ്ങനെ വിചാരിക്കുന്നതിലോട്ട് തെറ്റുമില്ല. കൂടുതൽ വിവരങ്ങളൊന്നും നമുക്കവിടെ തന്നിട്ടില്ല. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം തമ്പുരാൻ തിന്നുവാൻ അനുവാദം നൽകി. അത് ദൈവത്തിന്റെ വിശാലതയാണ്. ഒരു തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം. ചെറിയ തോട്ടമൊന്നും ആയിരിക്കില്ല, ഇത് വളരെ വലിയ തോട്ടമാണ്. ഇന്ന് ലോകത്തുള്ള സകല ഫലവൃക്ഷങ്ങളും ആ തോട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിന്റെ എല്ലാം ഫലം തിന്നുവാനുള്ളതായിരിക്കുന്ന അനുവാദം മനുഷ്യൻ നൽകി എന്നുള്ളത് ദൈവം മനുഷ്യനോട് എത്ര വിശാലമായിരിക്കുന്ന മനോഭാവമാണ് പുലർത്തിയത്. എന്നാൽ ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം തിന്നരുത് എന്ന് വിലക്കി. നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം എന്ന ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നുവാനുള്ളതായിരിക്കുന്ന അനുവാദം മനുഷ്യൻ നൽകിയില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തിന്നാമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല. തിന്നരുത് എന്ന് വിലക്കുകയാണ് ചെയ്തത്. ഒരു ആബ്സല്യൂട്ട് പ്രൊഹിബിഷൻ ആയിരുന്നു. അതിന് കാരണം ആ ഫലം തിന്നാൽ ആദാമിന് മരണം സംഭവിക്കുകയും ദൈവവും മനുഷ്യനുമായി അതുപോലെ നിലനിന്നതായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുകയും ചെയ്യും. ദൈവം ആഗ്രഹിച്ചത് ദൈവവും മനുഷ്യനുമായി നിരന്തരമായിരിക്കുന്ന ആ കൂട്ടായ്മ ബന്ധം തുടരണമെന്നാണ്. അതിന് ഹാനി വരുവാൻ കഴിയുന്ന ഈ വൃക്ഷഫലം മനുഷ്യന് വിലക്കി എന്നുള്ളത് മനുഷ്യനോടുള്ള ദൈവത്തിന്റെ മഹാകരുണയും സ്നേഹവുമാണ്. അപകടം നിറഞ്ഞതായിരിക്കുന്ന ഒരു പഴം, അതിനെക്കുറിച്ച് മതിയായിരിക്കുന്ന അറിവ്
ദൈവം മനുഷ്യന് നൽകാതെ ആ വൃക്ഷഫലം തോട്ടത്തിൽ വെക്കുകയും അറിയാതെ മനുഷ്യൻ പറിച്ചു തിന്നുകയും ചെയ്തെങ്കിൽ എത്ര ഭയങ്കരമായിരുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്ന ഒരുവനല്ല. മനുഷ്യനെ അനുഗ്രഹിക്കണം, അവൻ അനുഗ്രഹിക്കപ്പെടണമെന്ന് നിർബന്ധമുള്ള ദൈവം തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന് ദോഷം വരുന്നതായിരിക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് വിലക്കിയത് ദൈവത്തിനെ മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തമാണ്. ദൈവമായുള്ള നിത്യബന്ധം മനുഷ്യന് ലഭിച്ചിരിക്കണം എന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. അതിന് ഹാനി വരുവാൻ ഇടയാകുന്ന യാതൊരു വസ്തുവും അറിവില്ലായ്മ കൊണ്ട് മനുഷ്യൻ ഭക്ഷിച്ചു എന്ന് വരുവാൻ പാടില്ല. ആദം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് അറിഞ്ഞ ദൈവം ആദമിന് ഒരു പങ്കാളിയെ സൃഷ്ടിച്ച് നൽകി. 2-ാം അധ്യായത്തിന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ആ സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണമാണ്. 1-ാം അധ്യായത്തിൽ ഇത് കൊടുക്കാഞ്ഞത് 1-ാം അധ്യായത്തിൽ മനുഷ്യസൃഷ്ടിയുടെ ഒരു സമ്മറി സ്റ്റേറ്റ്മെന്റ്, ചുരുക്ക പ്രസ്താവനയാണ്. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ചുരുക്ക പ്രസ്താവനയെ ഒന്നുകൂടെ വിശദമായി നമ്മോട് പറഞ്ഞിരിക്കുക. ദൈവവചനത്തിന്റെ പുരോഗമനാത്മകമായിരിക്കുന്ന സ്വഭാവത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ പിന്നാലെ നൽകുന്നത് സർവ്വസാധാരണമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ബൈബിളിലെ 66 പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അവിടെ ഒരു വാക്യം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടു. പിന്നാലെയാണ് അതിന്റെ വിശദീകരണങ്ങൾ ദൈവം നൽകുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ വിശദീകരണങ്ങൾ ആദ്യമേ നൽകിയില്ല എന്ന ചോദ്യത്തിന് ഇവിടെ നൽകണമെന്നാണ് ദൈവം നിശ്ചയിച്ചത്. അത് ധാരാളം മതിയല്ലോ എന്നാണ് ഉത്തരം. ആദാമിൽ നിന്നും ഒരു പങ്കാളിയെ, ഒരു തുണയെ ദൈവം സൃഷ്ടിക്കുവാനായിട്ട് ഉപയോഗിച്ച വിധം ആദാമിന്റെ സ്വഭാവത്തിന്റെ എല്ലാ എസൻസും എല്ലാ സത്തയും ഉൾക്കൊള്ളുന്ന ഒരു സൃഷ്ടിയായിരിക്കണം ഹവ്വ എന്നതാണ്. സകല ജന്തുക്കൾക്കും ആദം എന്ത് പേരിടും എന്ന് കാണുവാനായിട്ട് ദൈവം ജന്തുക്കളെ എല്ലാം ആദാമിന്റെ മുന്നിൽ വരുത്തി എന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആദം അവയ്ക്കെല്ലാം ഉചിതമായ പേര് നൽകി. എന്നാൽ അവിടെ നാം വായിക്കുന്നത്, എന്നാൽ ആദമിനോ ഒരു തുണയെ കണ്ടുകിട്ടിയില്ല. ഏതെങ്കിലും ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന ജന്തുക്കളിൽ നിന്ന് അധികം ചിമ്പാൻസി ആകട്ടെ, മറ്റേ ആൾക്കുരങ്ങുകളാകട്ടെ, അവയിൽ നിന്ന് വേണമെങ്കിൽ ആദമിനെ ഒരു ഭാര്യ എടുക്കാമായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ എടുക്കുമോ എന്ന് അറിയാനാണ് ആദമിന്റെ മുൻപിലേക്ക് ജന്തുക്കളെ വരുത്തിയത്. അങ്ങനെയല്ല, ദൈവം ദോഷങ്ങളെ പരീക്ഷിക്കുന്നവനല്ല. മനുഷ്യന്റെ ആധിപത്യമാണ് പേരിടിയിൽ എന്ന് പറയുന്നത് കൊണ്ട്. അപ്പോ സകല ജന്തുക്കൾക്കും ആദം പേരിട്ടപ്പോൾ അത് അവന്റെ അധീനതയിലായി, അവന്റെ അധികാരത്തിന്റെ കീഴിലായി. എന്നാൽ ആദം മനസ്സിലാക്കിയ ഒരു സത്യം, ദൈവം സൃഷ്ടിച്ച ജീവനുള്ള എല്ലാറ്റിനും ഇണകളുണ്ട്. ആണാനയ്ക്കൊരു പെണ്ണാനയുണ്ട്, ആൺകുതിരയ്ക്കൊരു പെൺകുതിരയുണ്ട്. അങ്ങനെ എല്ലാ ജന്തുക്കൾക്കും അതിന്റെ ഇണയുണ്ട്. അപ്പോ ആയിരക്കണക്കിന് ജന്തുക്കളെ തന്റെ മുൻപിൽ കൂടെ കടത്തിവിട്ട് അവയ്ക്കെല്ലാം പേരിട്ടപ്പോൾ ആദം ശ്രദ്ധിച്ച ഒരു കാര്യം, ദൈവത്തിന്റെ സൃഷ്ടിയിൽ എല്ലാവരും തുണയുണ്ട്, എന്നാൽ എനിക്ക് മാത്രം തുണയില്ല. ഒരുപക്ഷെ ആദം വിചാരിച്ചു കാണും, ഈ പേരിടാനായിട്ട് തന്റെ മുൻപിൽ കൊണ്ടുവരുന്നതായിരിക്കുന്ന ജീവികളിൽ ഏറ്റവും ഒടുവിലായിട്ട് തന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാൾ വരുമെന്ന്. അങ്ങനെ വിചാരിച്ചു എന്ന് എനിക്കറിയില്ല. ഏതായാലും എല്ലാ ജന്തുക്കൾക്കും പേരിട്ട ശേഷമാണ് ആദാമിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ആദാമിനോ തക്ക തുണയെ കണ്ടുകിട്ടിയില്ല. ആദാം വലിയൊരു ഏകാന്തതയിലായി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് എനിക്ക് മാത്രം സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ഒരു പങ്കാളിയില്ല? എല്ലാറ്റിനും അതിന്റെ പങ്കാളികളുണ്ട്, എനിക്ക് മാത്രം ഇല്ലല്ലോ എന്നൊരുപക്ഷെ അവന് മാനസികമായ ഒരു വിഷമം തോന്നിക്കാണും. അപ്പോ പറയുന്നത്, ഉടനെ അനന്തരം ദൈവം മനുഷ്യനെ ഒരു ഗാഠത്തിൽ വരുത്തി അവന്റെ വാരിയലുകളിൽ നിന്ന് ഒന്നെടുത്ത് അതിനെ ഒരു സ്ത്രീ ആക്കി ആദമിന് മുമ്പിൽ കൊണ്ടുവന്നു എന്നാണ്. ആദമിന്റെ വാരിയലുകളിൽ നിന്ന് ഒന്നെടുത്ത് അതിനെ ഒരു സ്ത്രീയാക്കി. ഒരു വേദപണ്ഡിതൻ അതേക്കുറിച്ച് പറഞ്ഞത്, ആദമിന്റെ തലയിൽ നിന്നല്ല പൊരലെടുത്ത് ഹവ്വയെ ഉണ്ടാക്കിയത്, അങ്ങനെയെങ്കിൽ അവൾ അവന്റെ തലയിൽ കയറിയിരുന്ന് ഭരിക്കുമായിരുന്നു. ആദമിന്റെ പാദത്തിൽ നിന്ന് ഒരു എല്ലെടുത്തല്ല സ്ത്രീയെ ഉണ്ടാക്കിയത്, അങ്ങനെയെങ്കിൽ അവൻ അവളെ ചവിട്ടിയിരിക്കുമായിരുന്നു.
പിന്നെ അവന്റെ ഹൃദയത്തിന് ഏറ്റവും അടുത്ത ഭാഗം, അവന്റെ ഹൃദയത്തോടെ ഏറ്റവും അടുത്തതായിരിക്കുന്ന ഒരു ഭാഗത്ത് നിന്ന് ഒരു എല്ലെടുത്തു, ഒരു വാരിയല്ല, അതിനെ ഒരു സ്ത്രീയാക്കി അവന്റെ മുന്നിൽ കൊണ്ടുവന്നു. ആ സമയത്ത് ആദം ആ സ്ത്രീയെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകും എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയും ഞാനും ഒരേ ഇനത്തിൽപ്പെട്ടവരാണ്, ഒരേ അസ്ഥിയും ഒരേ മാംസവുമാണ്. ഞാൻ നരനെങ്കിൽ അവൾ നാരിയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ മിസ്റ്റർ ആൻഡ് മിസ്സസ്, മാൻ ആൻഡ് വുമൺ. ഈ പേര് വളരെ യോഗ്യമായിരിക്കുന്ന ഒരു പേരാണ്. ആദമിന്റെ ഏകാന്തത അതോടുകൂടെ മാറി. ആദം അവളെ നോക്കി, ഇത് എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു എന്ന് പറയുമ്പോൾ എത്ര അന്വർത്ഥമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് അത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവൻ അവർക്ക് ആദാം എന്ന് പേരിട്ടു എന്നാണ്. സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ട സ്ത്രീക്കും ദൈവം ഒരു കോമൺ നെയിമാണ് നൽകിയത്, ആദാം. അവിടെ ആദാം എന്ന് പറഞ്ഞാൽ മാൻകൈൻഡ്, മനുഷ്യവർഗം എന്ന് അവൻ അവർക്ക് പേരിട്ടു. ആ മനുഷ്യവർഗത്തിൽ 2 വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് ഒരു പുരുഷ വ്യക്തിത്വവും മറ്റൊന്നൊരു സ്ത്രീ വ്യക്തിത്വവും. എന്നാൽ പേരൊന്നാണ് ആദാം. അതുകൊണ്ട് ഒരു മിസ്റ്റർ ആദാമും ഒരു മിസ്സസ് ആദാം. ഇന്ന് ഈ മിസ്റ്റർ മിസ്സസ് പ്രയോഗങ്ങളൊന്നുമില്ല. മനുഷ്യൻ പുരോഗമിച്ചപ്പോ അവന്റെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ അവൻ മറന്നുകളയുകയോ തള്ളിക്കളയുകയോ ആണ് ചെയ്തത്. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിയിൽ മനുഷ്യവർഗത്തിന് ഒരു മെയിൽ പാർട്ട് ഒരു ഫീമെയിൽ പാർട്ടുമുണ്ട്. മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്നതിനേക്കാൾ യോഗ്യമായിരിക്കുന്ന പ്രയോഗം എന്തുണ്ട്? അങ്ങനെ ആദാം ഹവ്വമാർ മനുഷ്യവർഗത്തിന്റെ ആദ്യ യൂണിറ്റ് ആയിട്ട് തീർന്നു എന്ന് നാം കാണുന്നു. ദൈവം മനുഷ്യവർഗത്തിന് നൽകിയ ആദ്യ അനുഗ്രഹം, നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി പെറ്റുപെരുകി ഭൂമിയെ വാഴുക, നിറയ്ക്കുക എന്നൊക്കെയാണ്. അവരവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചിട്ട് അവരോട് പറയുന്നത് ഇനി അവരുടെ ധർമ്മത്തെക്കുറിച്ചാണ്. നിങ്ങൾ അന്യോന്യം ബന്ധപ്പെട്ട് മക്കളുണ്ടാകണം, അങ്ങനെ ഈ ഭൂമിയെ നിങ്ങൾ മക്കളെ കൊണ്ട് നിറയ്ക്കണം, എന്നിട്ട് ഭൂമിയെ നിങ്ങൾ കീഴടക്കി വാഴണം. നമുക്കറിയാം, ഈ ഭൂമിയെ മുഴുവൻ ഒരാൾ കീഴടക്കിയാലും അവിടെ താമസിക്കുവാൻ ആളുകളില്ലെങ്കിൽ വന്യമൃഗങ്ങളായിരിക്കും രസിക്കുന്നത്. മനുഷ്യന് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. ദൈവത്തിന്റെ ആഗ്രഹം അതാണ്. പ്രയോജനകരമായി ഈ ഭൂമിയെ മനുഷ്യൻ തന്റെ അധീനതയിലാക്കണം. അതിനവൻ മനുഷ്യരെ ജനിപ്പിക്കണം, മക്കളെ ജനിപ്പിക്കണം. ഇങ്ങനെ പറയാറുണ്ട്, കൃഷി സമ്പ്രദായവും വേട്ട ആടി ജീവിക്കുന്ന സമ്പ്രദായവും ഒക്കെ ഉള്ള കാലത്ത് മനുഷ്യന് ഒരുപാട് മക്കൾ വേണമായിരുന്നു. കാരണം ഭൂമി കൃഷി ചെയ്യുവാൻ ആള് വേണമല്ലോ. മൃഗങ്ങളെ വേട്ടയാടാൻ പോകുമ്പോൾ കൂടെ ഒരുപാട് ആളുകൾ വേണ്ടേ. എന്നാൽ ഇന്നത്തെ സയന്റിഫിക് ഏജിൽ 100 പേര് ചെയ്യേണ്ട ജോലി ഒരു മെഷീൻ ചെയ്യുമ്പോൾ മനുഷ്യന് മക്കളെയല്ല ജനിപ്പിക്കുന്നത്, അതിന് പകരം ഇന്ന് യന്ത്രമനുഷ്യരെയാണ് ജനിപ്പിക്കുന്നത്. അസ്തിത്വമില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത, ഹൃദയമില്ലാത്ത, മനസാക്ഷിയില്ലാത്ത യന്ത്രമനുഷ്യരെ കൊണ്ട് ജോലി ചെയ്യിക്കാനായിട്ട് കഴിയുമെന്നല്ലാതെ മനുഷ്യന് സ്നേഹം പകർന്നു കൊടുക്കുവാനോ ആശയവിനിമയം ചെയ്യുവാനോ മനുഷ്യന്റെ വികാരങ്ങളെ മനസ്സിലാക്കുവാനോ മനുഷ്യന്റെ വേദനകൾക്ക് ഒരു വാക്ക് സാന്ത്വനം പറയുവാനോ ഒന്നും ഈ യന്ത്രമനുഷ്യർക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഇന്നത്തെ മനുഷ്യനും വളരെ വലിയ മൂലച്യുതിയാണ് സ്വഭാവത്തിൽ പറ്റിയിരിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഭാഗമായി പകർന്നു നൽകേണ്ടതായിരിക്കുന്ന നന്മകളൊന്നും അവനില്ലാതെയായി അവൻ സൃഷ്ടിക്കുന്ന യന്ത്രമനുഷ്യനെ പോലെ തന്നെ യന്ത്രമനുഷ്യന്റെ സൃഷ്ടാവായ മനുഷ്യൻ തീരുന്നു എന്നുള്ളത് സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായും അങ്ങനെയാണ്. നട്ടും ബോൾട്ടും ഒക്കെ മുറുക്കി പ്രവർത്തിപ്പിക്കുന്ന തരത്തിലുള്ള മനുഷ്യരെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മനുഷ്യന്റെ സൃഷ്ടിയിൽ തന്നെ, സൃഷ്ടിവൃത്തത്തിൽ തന്നെ അതിപ്രധാനങ്ങളായ ചില സത്യങ്ങൾ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്, അവരെ വ്യക്തമായ രൂപകൽപ്പനയിലാണ് സൃഷ്ടിച്ചത് എന്നാണ് പറയുന്നത്. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. ദൈവം അരൂപിയാണ് എന്നെല്ലാവരും പറയാറുണ്ട്, അത് ശരിയാണ്. എന്നാൽ ദൈവം അരൂപിയല്ല, ദൈവം സ്വരൂപിയാണ്. ദൈവത്തിന് ദൈവത്തിൻ്റെതായ രൂപമുണ്ട്,
അതുകൊണ്ടാണല്ലോ ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. ദൈവത്തിന് സാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ അരൂപീ രൂപം എന്ന് പറയുമ്പോൾ ബാഹ്യമായിരിക്കുന്ന ഏതെങ്കിലും ഒരു രൂപത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന്റെ രൂപം എന്ന് പറയുന്നത് ആന്തരികമാണ്, മാനസികമാണ്. അസ്തിത്വപരമായ ഒരു സ്വരൂപമുണ്ട്, വ്യക്തിത്വപരമായ ഒരു സ്വരൂപമുണ്ട്, ആത്മീയമായ ഒരു സ്വരൂപമുണ്ട് ദൈവത്തിന്. വ്യക്തമായ രൂപകൽപ്പനയിലാണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പൊ സ്വരൂപം എന്ന് മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അസ്തിത്വപരമായ യാഥാർത്ഥ്യത്തെയാണ് കാണിക്കുന്നതെന്ന് വിചാരിക്കുന്നു. മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അവനൊരു വ്യക്തിയാണ്, ഇതര ജന്തുക്കളിൽ നിന്നും വ്യത്യാസപ്പെട്ട്. മനുഷ്യരങ്ങനെ പറയാറുണ്ട്, ആനയും കാളയും ഒക്കെ നോക്കി അവൻ നല്ല സുന്ദരനാണെന്ന് പറയാമായിരിക്കും. ആളുകൾ ഇന്ന് അവരുടെ കാറുകളെ നോക്കിക്കൊണ്ട് ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ഷീ എന്ന് പറയാറുണ്ട്, അവൾ എത്ര സുന്ദരിയാണ്. അത് മനുഷ്യന്റെ വികലമായിരിക്കുന്ന മൂല്യങ്ങളെ മാത്രമേ കാണിക്കുന്നു. എന്നാൽ മനുഷ്യന് മാത്രമാണ് സൗന്ദര്യം എന്ന് പറയുന്നതായിരിക്കുന്നുള്ളത്. ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അസ്തിത്വപരമായി മനുഷ്യനും ദൈവവും തമ്മിൽ സാദൃശ്യമുണ്ട് എന്നാണ്. അതുപോലെ തന്നെയാണ് ദൈവം മനുഷ്യനെ ഒരു വ്യക്തിയായിട്ടാണ് സൃഷ്ടിച്ചത്. മനുഷ്യനെയും ദൈവം ഒരു വ്യക്തിയായിരിക്കുന്ന പോലെ മനുഷ്യനെയും വ്യക്തിത്വത്തോടു കൂടെയാണ് ദൈവം സൃഷ്ടിച്ചത്. വ്യക്തിത്വത്തിന്റെ ഗുണങ്ങളായിരിക്കുന്ന ബുദ്ധിയും വികാരവും ഇച്ഛാശക്തിയും മനുഷ്യന് നൽകിക്കൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത്. യാതൊരു ജന്തുക്കൾക്കും ഇതൊന്നുമില്ല. ആന ബുദ്ധിയുള്ള ജന്തുവാണെന്ന് പറയുമെങ്കിലും നിങ്ങൾ ആനയുടെ കയ്യില് ഒരു 2ാം ക്ലാസ്സിലെ 3ാം ക്ലാസ്സിലെ കുട്ടിയുടെ കണക്ക് ഒരു ചോദ്യം ചോദിച്ചു കൊടുത്തു നോക്കുക, അത് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമോ? വല്ല ചിമ്പാൻസിയൊക്കെ വേണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഏത് ബട്ടണാണ് ഞെക്കേണ്ടത് എന്ന് പഠിപ്പിച്ചാൽ ഉത്തരത്തിന് വേണ്ടി ആ ബട്ടൺ ഞെക്കി ചിലപ്പോൾ ഉത്തരം കിട്ടിയെന്ന് വരും. അതൊന്നും അതിന്റെ ബുദ്ധിയല്ല, ചൂഷണം ചെയ്യാവുന്നതായിരിക്കുന്ന ഒരു അനുകരണ ഭാവം അതിനുണ്ട്. അതിനെ ചൂഷണം ചെയ്ത കാര്യങ്ങൾ ജയിക്കുന്നതാണ്. എന്നാൽ ദൈവം മനുഷ്യനെ ഒരു വ്യക്തിയായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പോ മനുഷ്യന് ബുദ്ധിയുണ്ട്, വികാരമുണ്ട്, ഇച്ഛാശക്തിയുണ്ട് എന്ന് മാത്രമല്ല വ്യക്തിത്വത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായ സ്വയാബോധവും സ്വയം നിർണയശേഷിയും സെൽഫ് അവയർനെസ്, സെൽഫ് കോൺഷ്യസ്നെസ്, സെൽഫ് ഡിറ്റർമിനേഷൻ എന്നൊക്കെ പറയാറുള്ള വളരെ അനിവാര്യമായിരിക്കുന്ന ഗുണങ്ങൾ ഉള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ ഗുണങ്ങളെല്ലാം ദൈവത്തിനുണ്ട്. സെൽഫ് ഡിറ്റർമിനേഷനും സെൽഫ് നോളജും സെൽഫ് അവയർനെസ്സും എല്ലാം ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്. അവയൊക്കെ ദൈവം മനുഷ്യന് നൽകി. അളവിൽ മുഴുവനായി നൽകിയില്ലെങ്കിലും ഗുണത്തിൽ അവ ദൈവത്തിന് ഉള്ളതിന് സമാനമായ നിലയിലാണ് നൽകപ്പെട്ടത്. ദൈവം സർവജ്ഞാനിയാണ്, മനുഷ്യൻ ജ്ഞാനിയാണ്. ദൈവം സർവശക്തനാണ്, മനുഷ്യൻ ശക്തനാണ്. ദൈവം സർവ്വസാന്നിധ്യമുള്ളവനാണ്, മനുഷ്യന്റെ സാന്നിധ്യബോധമുള്ളവനാണ്. ദൈവം അതിന്റെ പൂർണ്ണതയിൽ, എന്നാൽ മനുഷ്യൻ അതിന്റെ ഒരു സാദൃശ്യം എന്ന നിലയിൽ ഈ വക കാര്യങ്ങൾ നൽകുകയുണ്ടായി. എന്ന് മാത്രമല്ല ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതും ആത്മാവുള്ളവനായിട്ടാണ്. ആത്മാവിന്റെ ഗുണങ്ങളെ കുറിച്ച് ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആത്മാവായ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവത്തിന്റെ സ്വഭാവമായിരിക്കുന്ന ആത്മാവിന്റെ ഗുണം തന്നെ ഉള്ളവർക്കേ സാധിക്കും. അതുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും ആത്മാവുള്ളവനായിട്ടാണ്. എന്താണ് ആത്മാവിന്റെ ഗുണങ്ങള്? മനസാക്ഷി. യാതൊരു ജന്തുവിനും മനസാക്ഷിയില്ല. യജമാനത്തിയുടെ കുഞ്ഞിന് കൊടുക്കുവാനായി വാങ്ങിവെച്ച 2 തുടം പാല് കുടിച്ചതായിരിക്കുന്ന പൂച്ചയെ എത്ര ഉപദേശിച്ചാലും എത്ര മർദ്ദിച്ചാലും അതൊരിക്കലും സോറി പറയുകയില്ല. അതൊരു കുറ്റം ചെയ്തതായിട്ട് അതൊരിക്കലും സമ്മതിക്കുകയില്ല. കാരണം അതിന് മനസാക്ഷിയില്ല. അതുപോലെ നീതിബോധം. ഇന്ന് മനുഷ്യർക്ക് നീതിബോധം നഷ്ടപ്പെട്ടു വരികയാണെങ്കിലും അവന് നീതിബോധം ഉണ്ട് എന്നുള്ളതാണല്ലോ അത് കാണിക്കുന്നത്. ഒരു കാലം നഷ്ടപ്പെടുന്നുവെങ്കിൽ നഷ്ടപ്പെടുന്നതിന് മുൻപ് നഷ്ടപ്പെടാത്തൊരവസ്ഥയിൽ അത് ഉണ്ടായിരിക്കണമല്ലോ. അതുപോലെ ആരാധനാശേഷി. സിംഹവും വന്യമൃഗങ്ങളും ഒക്കെ വസിക്കുന്ന ഗുഹകളിൽ നിങ്ങൾ പോയി നോക്ക്. അവിടെ എങ്ങാനും വല്ല ദൈവത്തെയും ആരാധിക്കുന്നതിന്റെ എന്തെങ്കിലും ചിത്രങ്ങളോ സൂചനകളോ ചിഹ്നങ്ങളോ ഉണ്ടോ എന്ന്.
എന്നാൽ പ്രാകൃത മനുഷ്യൻ ജീവിച്ചതായിരിക്കുന്ന ഗുഹകളിലേക്ക് ചെന്നാൽ അവിടെ ദൈവത്തെ ചിത്രീകരിക്കുന്ന അവന്റെ ചില ഭാവനകളും ആരാധനയുടെ ചില ചിഹ്നങ്ങളും ഒക്കെ അവിടെ കാണുവാനായിട്ട് കഴിയുന്നതാണ്. ദൈവം മനുഷ്യനെ ആരാധനശേഷിയുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. ആരാധ്യനായ ദൈവം ആരാധിക്കുവാൻ കഴിവുള്ളവനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ ഇങ്ങനെ ഏറ്റവും ഉത്കൃഷ്ടമായ നിലയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തിനാണ് ഇങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ഈ ഭൂമിയെ കീഴടക്കി വാഴുവാൻ ഈ ഗുണങ്ങളൊക്കെ മനുഷ്യനുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ ഭൂമിയിലെ വികാരിയായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയാം. സകലവും കീഴടക്കി വാഴുക എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഞാൻ സൃഷ്ടിച്ച സകലത്തിന്റെ വികാരി നീയാണ്. നീയാണ് അതിനെ അതായിരിക്കേണ്ട നിലയിൽ തന്നെ സൂക്ഷിക്കുകയും അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതുപോലെ ഓപ്പറേറ്റ് ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത്. ദൈവവുമായുള്ള മനുഷ്യന്റെ ബന്ധമെന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ബന്ധമാണ്. ഒരു പിതാവും തന്റെ മകനും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധമാണ് ദൈവവും തന്റെ മക്കളും തമ്മിലുള്ളത്. ഒരു യജമാനനും തന്റെ ദാസന്മാരും തമ്മിലുള്ള ബന്ധമാണ് മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ ദൈവവുമായുള്ള ഈ നിരന്തര സംസർഗവും കൂട്ടായ്മയും പുലർത്തുവാൻ ആവശ്യമായ ക്രമീകരണവും ദൈവം മനുഷ്യന്റെ സൃഷ്ടിയിൽ ചെയ്തിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്ന് ദൈവം മനുഷ്യനോട് പറഞ്ഞപ്പോ ഇഷ്ടം പോലെ എന്ത് തിന്നണം എന്ത് തിന്നരുത് എന്ന് നിശ്ചയിക്കുവാനുള്ളതായിരിക്കുന്ന കഴിവും അതിനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യവും ദൈവം മനുഷ്യന് കൊടുത്തിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ആ സ്വാതന്ത്ര്യത്തിന് അതിരുകൾ ഉണ്ടായിരുന്നു. ആ അതിരാണ് നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നാൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം തരുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ഇന്നത് തിന്നാൻ പാടില്ല എന്ന ഒരു നിരോധനവും ചെയ്യാൻ പറ്റും. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എന്തും ചെയ്യുവാനുള്ളതായിരിക്കുന്ന അനുവാദമല്ലല്ലോ. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശരിയായ കാര്യങ്ങൾ ശരിയായ ഉദ്ദേശത്തിന് വേണ്ടി ശരിയായ സമയത്ത് ശരിയായ വിധത്തിൽ ചെയ്യുവാനുള്ളതായിരിക്കുന്ന അവസരം, അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അല്ല തോന്നിയാസം ചെയ്യാനുള്ളതൊന്നും സ്വാതന്ത്ര്യമല്ല, അത് അടിമത്തമാണ്. അടിമത്തം, പാപത്തിനുള്ള അടിമത്തം, ചില ദുസ്വഭാവങ്ങൾക്കുള്ള അടിമത്തം. ചില മനുഷ്യര് ടൊബാക്കോ ഉപയോഗിക്കാറുണ്ട്, ബീഡിയും സിഗരറ്റും ഒക്കെ വലിക്കാറുണ്ട്. അവരോട് സംസാരിച്ചാൽ അത് എന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയും. അങ്ങനെ വല്ല മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ? നിന്റെ ശരീരത്തെ നശിപ്പിക്കുവാൻ ഉതകുന്ന സാധനങ്ങൾ കഴിക്കുവാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ആരും കൊടുത്തിട്ടില്ല. അതൊന്നും നീ ഭക്ഷിക്കരുത്, ഉപയോഗിക്കുന്ന ആപൽക്കരമാണ്, അപകടമാണ് എന്ന ബുദ്ധിയുള്ള മനുഷ്യനെ ബോധ്യപ്പെടുത്തുവാനായിട്ട് അതിൻ്റെ അകത്ത് മരണത്തിന്റെ ചിഹ്നങ്ങൾ പോലും വരച്ചു വെച്ചിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പാൽ കുടിക്കാം, അല്ലെങ്കിൽ പൊട്ടാസ്യം സയനൈഡ് കുടിക്കാം എന്ന് വല്ല ഗവൺമെന്റും വല്ല നിയമവും സമ്മതിക്കുമോ? നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജീവിക്കാം, അല്ലെ ആത്മഹത്യ ചെയ്യാം എന്നാരെങ്കിലും പറയുമോ? ഇല്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശരിയായ കാര്യങ്ങൾ ശരിയായ വിധത്തിൽ ശരിയായ സമയത്ത് ശരിയായ ഉദ്ദേശത്തോട് ചെയ്യുവാനുള്ളതായിരിക്കുന്ന അവസരത്തിനാണ് പറയുന്നത്. ശരിയായ കാര്യമാണെങ്കിലും അത് തെറ്റായ സമയത്ത് തെറ്റായ വിധത്തിൽ ചെയ്താൽ അത് അടിമത്വമാണ്. മലമൂത്ര വിസർജനങ്ങൾ നടത്തുവാനായിട്ട് ബാത്റൂമുകളും ടോയ്ലറ്റുകളും സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ പരസ്യ സ്ഥലത്ത് ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ, ക്ലാസ് നടക്കുമ്പോൾ, ആരാധന നടക്കുമ്പോൾ ആ സ്ഥലത്ത് വെച്ച് അത് ചെയ്യാനുള്ള അനുവാദമില്ല. ചെയ്യുന്നത് ശരിയായ കാര്യമാണെങ്കിലും ചെയ്ത സ്ഥലം തെറ്റായിപ്പോയി. സ്വാതന്ത്ര്യത്തിന് പരിമിതികളുണ്ട്. ദൈവം മനുഷ്യനെ സ്വതന്ത്രനായിട്ടാണ് സൃഷ്ടിച്ചത്. നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നീ തിന്നരുത്. തിന്നുവാൻ അനുവാദം ഉള്ളപ്പോൾ തന്നെ തിന്നാതിരിക്കുവാനുള്ളതായിരിക്കുന്ന കൽപ്പനയും ദൈവം നൽകി. തിന്നാലുള്ള ഭവിഷ്യത്തുകളെ കുറിച്ച് പറഞ്ഞു, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന്. ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ എന്നും ഇരിക്കണമെന്നാണ്. ആ കൂട്ടായ്മ നഷ്ടപ്പെടാതിരിക്കുവാനുള്ള ക്രമീകരണമാണ് ദൈവം തിന്നരുത് എന്നതുകൊണ്ട് ചെയ്തത്. സൃഷ്ടിയിൽ നൽകപ്പെട്ട സകല നന്മകളും നിത്യ അനുഭവമായി തുടരണമെങ്കിൽ ദൈവം വരച്ചതായിരിക്കുന്ന അതിരുകളെ ദൈവം മനുഷ്യൻ മാനിച്ചെങ്കിലേ കഴിയൂ. കാരണം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നാണ്. നമ്മുടെ സ്വാതന്ത്ര്യം ഒരിക്കൽ നമുക്ക് ദുസ്വാതന്ത്ര്യമായി മാറ്റുവാനായിട്ട് പാടില്ല.
എന്നാൽ ആദാമിന്റെ മനസ്സിൽ ഉയർന്ന ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ചുള്ള ചോദ്യമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. എന്താണ് ഈ മരണം എന്ന് പറയുന്നത്? അന്നവരെ ആരും മരിച്ചിട്ടില്ലാത്തത് കൊണ്ട് മരണം എന്താണെന്ന് ആരുടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാൻ ഒക്കില്ല. ഇന്നത്തെ പോലെ നമുക്ക് ഡിക്ഷണറികളും ഇന്റർനെറ്റുകളും ഒന്നും അന്നില്ലായിരുന്നത് കൊണ്ട് മരണം എന്നതിന്റെ അർത്ഥം നമുക്ക് അങ്ങനെ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നതല്ല. പിന്നെ നമുക്ക് സൃഷ്ടാവിനോട് ചോദിക്കാം, എന്താ ദൈവമേ ഈ മരണം എന്ന് പറയുന്നത്? അങ്ങനെ ചോദിച്ചാൽ ദൈവം പറയുന്ന ഉത്തരം മരണം എന്ന് പറയുന്നത് വേർപാടാണ്. ഒരു മനുഷ്യൻ മരിച്ചു എന്ന് പറയുമ്പോൾ അവന്റെ ആത്മാവ് അവനിൽ നിന്നും വേർപെട്ടു പോയി. ഒരു ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞാൽ ഭർത്താവിൽ നിന്നും ഭാര്യ വേർപെട്ടു പോയി. ഒരു പിതാവ് മരിച്ചു എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഇനി അപ്പനില്ല, അപ്പൻ വേർപെട്ടു പോയി. അങ്ങനെ ഒരു വേർപാട് മരണമെന്ന് പറയുന്നത്. ശരീരത്തിന്റെ ജീവൻ നഷ്ടമാകുന്നതിന് മരണമെന്ന് പറയും. അവിടെയും വേർപാടാണല്ലോ, ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുക. അപ്പൊ നീ ദിനനാൾ മരിക്കുമെന്ന് പറഞ്ഞാൽ നീയും ഞാനുമായി ഇതുവരെ അനുഭവിച്ചു വരുന്നതായിരിക്കുന്ന ആ നല്ല ബന്ധമുണ്ടല്ലോ. ദിവസത്തിന്റെ സായാഹ്നങ്ങളിൽ ഞാൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വരികയും നീയും ഞാനും കൂടെ ഈ തോട്ടത്തിൽ ഇടാവുകയും ആശയവിനിമയം ചെയ്യുകയും ചെയ്യുന്ന മനോഹരമായിരിക്കുന്ന അനുഭവ അവസ്ഥയുണ്ടല്ലോ. ഈ പഴം പറിച്ച് തിന്നുന്ന നാളിൽ ആ അവസ്ഥയ്ക്ക് മാറ്റം വരും. നമ്മൾ തമ്മിൽ വേർപെടും. നീ തോട്ടത്തിന് പുറത്താകും. മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടിയല്ലേ ദൈവം അത് പറഞ്ഞത്? ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കണം എന്നുള്ളതാണോ അതോ സംഭവിക്കരുതെന്നുള്ളതാണ്? തിന്നരുത് എന്നാ പറഞ്ഞത്. തിന്നുവോ, നമുക്ക് മുന്നിലുള്ള വേർപാട് നടക്കട്ടെ, കുറച്ചു കാലമായില്ലേ എന്നല്ല. തിന്നരുത്, എന്നാൽ മരിക്കും, ബന്ധം നഷ്ടപ്പെടും. പക്ഷെ ഇവിടെയാണ് മനുഷ്യന്റെ മനസ്സിലെ ആ പ്രധാന ചോദ്യം. ദൈവത്തിൽ നിന്നും വേർപെട്ട് ജീവിക്കുന്നതായിരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. തിന്നുന്ന നാളിൽ നീ നന്മ തിന്മകളെ കുറിച്ച് അറിയുവാനിടയാകും. ദൈവത്തെ പോലെ നീ അറിയുവാനിടയാകും നന്മയും തിന്മയും. സാത്താൻ വന്ന് ചോദിക്കുന്ന ചോദ്യം തോട്ടത്തിലെ യാഗവൃക്ഷത്തിന്റെ ഫലവും തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. സാത്താൻ വലിയ അതിബുദ്ധിമാനായാണ്. നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഹവ്വ ഉണ്ടെന്ന് പറയും. അങ്ങനെ പറയാതെ അവളെ കൊണ്ട് തെറ്റായ ഉത്തരം പറയിപ്പിക്കാനായിട്ട് യാതൊരു വൃക്ഷത്തിന്റെയും ഫലമില്ല. ഹവ്വ പറഞ്ഞു, എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഇഷ്ടം പോലെ തിന്നാം, പക്ഷെ ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് പറഞ്ഞു. ചില പറയുന്നത് ഹവ്വ തൊടുകയും ചെയ്യരുതെന്ന് പറഞ്ഞ ദൈവം അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ദൈവം അങ്ങനെയാ ഉദ്ദേശിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ടാവാം. അല്ലെങ്കിൽ സാത്താനോട് നിരോധനത്തിന്റെ ഭയങ്കരത്വം എത്ര വലുതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. എന്തൊക്കെ വിശദീകരണങ്ങൾ പറഞ്ഞാലും എന്താ പറഞ്ഞതെന്ന് ഹവ്വയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ ഹവ്വ കൊടുത്ത ഉത്തരം ദൈവത്തിന്റെ പ്രൊഹിബിഷനെ അതിനുള്ളതായിരിക്കുന്ന ഘനം വർദ്ധിപ്പിക്കുക ചെയ്ത്. തൊട്ടുപോകുക പോലും വരുന്നെന്ന് പറഞ്ഞാൽ തിന്നതെന്ന് പറഞ്ഞ തൊടരുമെന്ന് പറയുന്നതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ടല്ലോ. തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറയുന്നതും തൊടുന്ന നാളിൽ മരിക്കുമെന്ന് പറയുന്നതുമായിട്ട് വ്യത്യാസമില്ലേ? അപ്പോ ഒരു ആബ്സല്യൂട്ട് പ്രൊഹിബിഷൻ ആണ് ദൈവം നൽകിയിരിക്കുന്നത് എന്ന ആശയത്തിന് ഘനം കൊടുക്കാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ഹവ്വ അങ്ങനെ പറഞ്ഞത്. സാത്താൻ ചോദിച്ച ചോദ്യം അതാണല്ലോ. തോട്ടത്തിലെ യാഗവൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? യാഗവൃക്ഷത്തിന്റെ ഫലവും വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ വാസ്തവമായിട്ട് അങ്ങനെ തന്നെ അർത്ഥമാക്കിക്കൊണ്ടാണോ പറഞ്ഞത് എന്നൊക്കെ വളരെ സംശയങ്ങൾ ജനിപ്പിക്കുന്നതായിരിക്കുന്ന വിധത്തിലുള്ളതായിരിക്കുന്ന ചോദ്യങ്ങളാണ് സാത്താൻ ഹവ്വയോട് ചോദിച്ചത്. ഹവ്വ നൽകിയ ഉത്തരം വിലക്കിന്റെ കാഠിന്യത്തെ ഏറെ വർദ്ധിപ്പിക്കുന്നതുമായിരുന്നു. ഞങ്ങൾക്ക് തിന്നാം, അനുവാദം വിശാലമാണ്, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിലെ നടുവിലുള്ള വൃക്ഷഫലം തിന്നരുത്, തൊടുകയും അരുത്. അനുവാദം വിശാലമാണ്, പ്രൊഹിബിഷനും വിശാലമാണ്. പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മയെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ സാത്താൻ എന്ന് പറയുന്നില്ല, പാമ്പ് എന്ന് പറയുന്നുള്ളൂ. ഇപ്പൊ പാമ്പാണോ സാത്താൻ എന്ന് ചോദിക്കുന്നവരുണ്ട്. പാമ്പല്ല സാത്താൻ പാമ്പാണോ എന്ന് ചോദിച്ചാൽ സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ വരാം. പഴയ പാമ്പായ സാത്താൻ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇവിടെ എങ്ങനെയാ വന്നത്? പാമ്പിൽ സാത്താൻ കയറി വന്ന് സംസാരിക്കുകയായിരുന്നു.
അതോ പാമ്പിന്റെ രൂപം സാത്താൻ എടുത്തുകൊണ്ട് ഹവയോട് സംസാരിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇവിടെ സാത്താനെ എന്നുള്ളതിന് പകരം പാമ്പിനെ എന്നാണ് പറയുന്നത്. ദൈവജനത്തിന്റെ പുരോഗമനാത്മക വെളിപ്പാടിൽ പിൽക്കാലത്ത് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ആ പഴയ പാമ്പ് എന്ന് സാത്താനെ കുറിച്ച് പറയുന്നതായി. അപ്പോ സാത്താൻ എന്താ പറഞ്ഞത്? വിലക്കപ്പെട്ടതായിരിക്കുന്ന പഴത്തിൽ ദോഷമല്ല നന്മയാണുള്ളത്. നിങ്ങളുടെ കണ്ണുകൾ തുറക്കുകയാണ്, നിങ്ങൾ മരിക്കുകയല്ല, നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്ന് മാത്രമല്ല, ദൈവം സർവജ്ഞാനിയാണ്. ദൈവത്തെ പോലെ ശരിയും തെറ്റും അറിയുവാൻ തക്കവണ്ണം നിങ്ങളും ആയിത്തീരും എന്നുള്ളതായിരിക്കുന്ന ആശയമാണ്. ഈ പഴം പറിച്ചു തിന്നാൽ സംഭവിക്കുന്ന രൂപാന്തരത്തെ കുറിച്ച് വാസ്തവത്തിൽ ദൈവത്തിന് മാത്രമേ അറിയൂ. ആ ദൈവമാണ് പറഞ്ഞത് തിന്നരുത്, നീ മരിക്കുമെന്ന്. എന്നാൽ ആദംഭവന്മാർ ആഗ്രഹിക്കുന്ന എന്താണ്? ദൈവത്തിന് മാത്രം അറിയാവുന്ന അറിവ് ഞങ്ങൾക്കും വേണം. ഈ പഴം പറിച്ചു തിന്നാൽ മരിക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ല. ദൈവം പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അത് തിന്നാതിരിക്കാം. എന്നാൽ അത് പറിച്ചു തിന്നു കഴിഞ്ഞാൽ ദൈവത്തിനുള്ളതായിരിക്കുന്ന പഴത്തെക്കുറിച്ച് ദൈവത്തിനുള്ള അതേ അറിവ് ഞങ്ങൾക്കും കിട്ടും. പഴം പറിച്ചു തിന്നപ്പോൾ ദൈവം പറഞ്ഞത് അതാണല്ലോ, ഇപ്പോൾ മനുഷ്യൻ നമ്മിൽ ഒരുവനെ പോലെ നന്മയും തിന്മയും അറിയുവാനുള്ള കഴിവുള്ളവനായി തീർന്നു. പഴം പറിച്ച് തിന്നുന്നത് വരെ ആദമിന്റെ അറിവിനാധാരം ദൈവമായിരുന്നു. ആദമിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളെക്കുറിച്ചും മറ്റും ചോദിച്ചാൽ ശരിയായ ഉത്തരം കൊടുക്കും. ആ ഉത്തരത്തിനുള്ള ആധാരം എന്ന് പറയുന്നത് ദൈവമായിരിക്കും. സാത്താനെ ഈ പഴം പറിച്ചു തിന്നാൽ മരിക്കുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം എന്ന് തിന്നുന്നതിന് മുൻപ് ആദമോട് ചോദിച്ചെങ്കിൽ ദൈവം അത് പറഞ്ഞു. സൃഷ്ടാവായ ദൈവം, പഴത്തെ ഉണ്ടാക്കിയ ദൈവം പറഞ്ഞു തിന്നാൽ മരിക്കുമെന്ന്. എന്നാൽ പഴം പറിച്ച് തിന്ന ശേഷം ആദമിനോട് തിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ മരിക്കുമോ? നിനക്കെങ്ങനെ അറിയാം? ഞാൻ അനുഭവിച്ചതല്ലേ. ദൈവം പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നതല്ല, ഞാനത് അനുഭവിച്ചത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നതാണ്. അപ്പൊ മനുഷ്യനെ പറ്റിയ വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതാണ്. വിശ്വാസത്താൽ അറിയുന്നതിന് പകരം അനുഭവത്താൽ അറിയുന്ന ഒരു പാതയിലേക്ക് മനുഷ്യൻ മാറി. അനുഭവത്താൽ അറിയുന്നത് വിശ്വാസത്താൽ അറിയുന്നതിനേക്കാൾ നല്ലതല്ല എന്ന് ചോദിക്കാറുണ്ട് ആളുകൾ. അതിന്റെ ഉത്തരം ഒന്നും ഇല്ല എന്നുമാണ്, അല്ല എന്നുമാണ്. എന്ന് പറഞ്ഞാൽ നന്മയായ കാര്യങ്ങളാണെങ്കിൽ അനുഭവിച്ചറിയുന്നത് നല്ലതാണ്. ഇപ്പൊ തേനിന്റെ രുചി സ്വാദ് മധുരമാണ് എന്ന് പുസ്തകം വായിച്ചറിയാം. അപ്പൊ ചോദിച്ചാൽ തേനിന്റെ സ്വാദ് എന്താണ്, മധുരമാണെന്ന് പറയാം. എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ ഇന്ന പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടെന്ന് പറയും. എന്നാൽ തേൻ കുടിച്ചിട്ടുള്ള മനുഷ്യനോട് തേന്റെ സ്വാദം എന്താണെന്ന് ചോദിച്ചാൽ മധുരമാണ്. നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ എന്ന് കഴിക്കുന്നതല്ലേ എന്ന് പറയും. എന്നാൽ പൊട്ടാസ്യം സയനൈഡ് കഴിച്ചാൽ മരിക്കുമെന്നുള്ളതായിരിക്കുന്ന അറിവ് അനുഭവിച്ചറിയുന്നതല്ല നല്ലത്. അത് ദോഷമുള്ള ഒരു വിഷയമാണ്. പൊട്ടാസ്യം സയനൈഡ് കഴിച്ചാൽ എന്ത് സംഭവിക്കും? മരിക്കും. നിനക്ക് എങ്ങനെ അറിയാം? പൊട്ടാസ്യം സയനൈഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന എല്ലാ പാഠപുസ്തകങ്ങളിലും ശാസ്ത്രീയ പുസ്തകങ്ങളിലും അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ അത് കഴിച്ചാൽ മരിക്കുമെന്ന് സാക്ഷ്യം പറയാനായിട്ട് ഒരു മനുഷ്യൻ ലോകത്തില്ല. കാരണം അവൻ അത് ഭക്ഷിച്ച ശേഷം, രുചിച്ച ശേഷം അവൻ ജീവിച്ചിരുന്നിട്ടില്ല. നിമിഷങ്ങൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് അവൻ മരിക്കുകയാണ് ചെയ്യുന്നത്. പൊട്ടാസ്യം സയനൈഡിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയുവാനായിട്ട് ചില ശാസ്ത്രജ്ഞന്മാർ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു കയ്യിൽ പേനയും മറ്റേ കയ്യിൽ പൊട്ടാസ്യം സയനൈഡുമായിട്ട് അവർ നാക്കിലേക്ക് അത് തൊടും. ആ സമയത്ത് അതിന്റെ രുചി എഴുതുവാനായിട്ട് പേന യെസ് എന്ന് പറഞ്ഞതായിരിക്കുന്ന അക്ഷരം പൂർത്തിയാക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് സാവറാണോ സ്വീറ്റ് ആണോ എന്ന് അറിയില്ല. യെസിന്റെ പകുതി അവർ എഴുതിയപ്പോഴത്തേക്ക് മരിച്ചുപോയി. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കുന്ന അറിവ് നല്ല അറിവല്ല. നന്മതിന്മകളുടെ അറിവിന്റെ വിഷയത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവിനെ കുറിച്ചും അത് തന്നെയാണ് പറയാവുന്നത്. നീ പഴം പറിച്ച് നിന്ന ശേഷം മരിക്കുമെന്ന് അറിയുന്നതുകൊണ്ട് നിനക്കെന്ത് പ്രയോജനം? ദൈവം സൃഷ്ടാവായ ദൈവം പറഞ്ഞു നീ തിന്നാൽ മരിക്കുമെന്ന്. ആ അറിവല്ലേ നല്ല അറിവ്. ലൈവായിട്ടുള്ള ഇലക്ട്രിക് ലൈനിൽ കയറി പിടിച്ചാൽ നിനക്ക് ഷോക്ക് അടിക്കും, ചിലപ്പോൾ മരിച്ചു പോകുമോ എന്നുള്ള അറിവ് അതറിയാവുന്നവർ പറഞ്ഞതെങ്കിൽ വിശ്വസിക്കുകയല്ലേ. അത് കയറി പിടിച്ച് ഷോക്ക് അടിച്ച് താഴെ വീണിട്ട് അറിയുന്നതിനേക്കാൾ നല്ലത്. 3 വയസ്സുള്ള കുഞ്ഞിനോട് സ്റ്റൗ കയറി പിടിക്കരുത്, കൈ പൊള്ളുമെന്ന് അമ്മ പറയുമ്പോ അത് എന്തായി പൊള്ളുന്നതെന്ന് കുട്ടി ഇങ്ങനെ വിചാരിക്കുകയായിരിക്കും. വേറൊരു കുട്ടി വന്ന് ഈ സ്റ്റൗ തൊടുമ്പോ ആദ്യത്തെ കുട്ടി പറയും തൊടരുത്, കൈ പൊള്ളുമെന്ന് പറയും.
ആ കുട്ടി ചോദിക്കുക കൈ കൊള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ മറ്റേ കുട്ടിയോട് എനിക്കറിയില്ല, പക്ഷെ അമ്മ പറഞ്ഞിട്ടുണ്ട് കൈ കൊള്ളുമെന്ന്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റൗവിലേക്ക് വിരൽ നീട്ടിക്കൊടുത്ത് പെട്ടെന്ന് വലിച്ചിട്ട് അയ്യോ എന്ന് കരയുകയാണ്. എന്താ എനിക്ക് പൊള്ളി, എനിക്ക് വേദനിച്ചു. അല്ല, ഇതല്ല ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞത്. പക്ഷെ അത് ഇൻഫീരിയർ നോളജ് അല്ല, ഇതില്ല ഇപ്പൊ സുപ്പീരിയർ നോളജ്. ഇതൊക്കെയാണ് മനുഷ്യന്റെ, ദൈവത്തെ നിഷേധിച്ച മനുഷ്യന്റെ ചിന്തകളൊക്കെ ഇങ്ങനെയാണ്. പാപത്തെ അനുഭവിച്ചറിയുക എന്ന കാര്യമുണ്ട്. അവർ പറയുന്ന പാപം ചെയ്യാത്ത നിങ്ങൾക്ക് എന്തറിയാം? കഞ്ചാവിന് ടേസ്റ്റ് അറിയാമോ? വീട് ടേസ്റ്റ് അറിയാമോ? ഇപ്പോൾ ഒറ്റ മരുന്നൊക്കെ ഉണ്ടല്ലോ, വെളുത്തപൊടികൾ, അതെല്ലാം നിങ്ങൾക്കറിയാം. നിങ്ങൾക്കതൊന്നും അറിയില്ല, ഞങ്ങൾക്കതൊക്കെ അറിയാം. എന്തിനാ അറിവ്? പാപം ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കുന്ന രസം പാപത്തെക്കുറിച്ചുള്ള അറിവ് നന്മയാക്കുന്നില്ല. അപ്പൊ ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്ന ചോദ്യം, ദൈവം ഇത് അറിയുന്നത് പോലെ എനിക്കും അറിയണമെങ്കിൽ എന്ത് ചെയ്യും? സാത്താൻ പറഞ്ഞു, നീ പഴം പറിച്ച് തിന്നാൽ മതി എന്ന് പറഞ്ഞു. ദൈവത്തെ പോലെ സർവസ്വതന്ത്രമായിരിക്കുന്ന അറിവ് നിനക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആദം പഴം പറിച്ചു തിന്നു, പക്ഷേ അറിവുണ്ടായി അവൻ മരിച്ചുപോയി. ദൈവമായുള്ള ബന്ധത്തിൽ നിന്നും അവൻ അകന്നുപോയി. അതിനുശേഷം ദൈവം തോട്ടത്തിലേക്ക് വരുമ്പോ ആദം ഒളിച്ചോടുകയാണ്. നിന്റെ ശബ്ദം കേട്ടിട്ട് വിളിച്ചു എന്നാണ്. ദൈവം ചോദിച്ചു, അങ്ങനെ വിളിക്കേണ്ട ഒരു സാഹചര്യം എന്താണ്? ദൈവത്തിന് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. ദൈവം ഒരു FIR തയ്യാറാക്കുമ്പോ പ്രതിയുടെ നേരെയുള്ള മൊഴിയാണ് എടുക്കുന്നത്. അപ്പൊ ചോദിച്ചു, നീ പഴം തിന്നോന്ന് ചോദിച്ചു. തിന്നലെന്ന് പറഞ്ഞ പഴം നീ തിന്നോ? നീ എന്നോട് കൂടെ ഇരിക്കുവാൻ തന്നതായിരിക്കുന്ന സ്ത്രീ തന്നു, ഞാൻ എന്ത് ചെയ്യണം? നീ പറയാനാ ദൈവത്തോട് പറഞ്ഞത്. വാസ്തവത്തിൽ തക്ക തുണയായിരിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ട സ്ത്രീ എനിക്ക് പഴം പറിച്ചു തന്നു, അവളും തിന്നു, തിന്നിട്ട് എനിക്കും തന്നു, ഞാൻ എന്ത് ചെയ്യണം? തിന്നണോ തിന്നാതിരിക്കണം? ഞാൻ തിന്നു എന്നാണ് അവൻ പറഞ്ഞത്. ദൈവം അതിനൊന്നും കോംപ്ലിമെന്റ് ചെയ്തില്ല. നിന്നോടുകൂടെ ഇരിക്കാൻ ഞാൻ സൃഷ്ടിച്ച സ്ത്രീ തന്ന പഴം നീ തിന്നു, വെരി ഗുഡ് ഹസ്ബൻഡ്, വെരി ഗുഡ് ഹസ്ബൻഡ് എന്നും ദൈവം പറഞ്ഞില്ല. നീ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടതുകൊണ്ട് അനർത്ഥം മാത്രമാണ് വന്നത്. കാരണം തെറ്റായിരിക്കുന്ന കാര്യങ്ങളിൽ, തെറ്റായ കാര്യങ്ങളിൽ ആര് പറഞ്ഞാലും ദൈവം പറഞ്ഞതിന് വിരുദ്ധമായ കാര്യമാണെങ്കിൽ അത് വിശ്വസിക്കുവാനായിട്ട് പാടില്ല. അപ്പോ അങ്ങനെ പാപം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിലേക്ക് വന്നു. ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. ദൈവത്തിന് അറിയാൻ പാടില്ല എന്നാ ചോദിച്ചത്. അങ്ങനെയല്ല. ആദമായി എവിടെയാണെന്നും അവന്റെ മാനസിക കണ്ടീഷൻ എന്താണെന്നും അറിയാൻ. പക്ഷെ ദൈവത്തിന്റെ അറിവ് കൊണ്ടൊരു മഹസ്ര എഴുതി ആദമിനെ കുറ്റക്കാരനെന്ന് പറയുന്നതല്ല ശരി. അതുകൊണ്ട് ആദമിനെ കൊണ്ട് തന്നെ മൊഴിയെടുപ്പിച്ചു, അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. നീ എവിടെ? നീ എന്ത് ചെയ്തു? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ആദമിനെ കൊണ്ട് തന്നെ പറയിച്ചു, ഹവ്വയെ കൊണ്ട് പറയിച്ചു. അതാണ് ശരിയായിരിക്കുന്ന നടപടി. അല്ലെങ്കിൽ അറിവുള്ള ആളിന്റെ അറിവ് മറ്റേ അറിവില്ലാത്ത ആളിന്റെ മേലിലേക്ക് ഇമ്പോസ് ചെയ്ത് അദ്ദേഹത്തെ കുറ്റക്കാരനാക്കുക അല്ല. മൊഴി കുറ്റം ചെയ്ത ആളിൽ നിന്ന് തന്നെ എടുക്കേണ്ടത് ആവശ്യമാണ്. ആ മൊഴി തെറ്റാണെന്ന് സമർത്ഥിക്കുവാൻ നമുക്ക് പിന്നെ ആവശ്യമെങ്കിൽ സാക്ഷികളെയോ നമ്മുടെ അറിവ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മനുഷ്യൻ പറഞ്ഞ നിന്റെ ശബ്ദം കേട്ട് ഞാൻ ഭയപ്പെട്ടു പോയി എന്നാണ്. എന്ന് ശബ്ദം കേൾക്കുമ്പോൾ ഓടിച്ചെല്ലുന്ന മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓടി ഒളിക്കുകയാണ്. അതിനാണ് വേർപാടെന്ന് പറയുന്നത്, അതിനാണ് മരണമെന്ന് പറയുന്നത്. ആളിൽ ഇങ്ങനെ പറയാറുണ്ട്, നീ തിന്നുന്ന ആളിൽ മരിക്കുമെന്ന് പറഞ്ഞിട്ട് ആദം പിന്നെയും 10,900 വർഷം ജീവിച്ചിരുന്നില്ലേ? അപ്പൊ ദൈവം പറഞ്ഞത് കള്ളമല്ലേ? കേട്ടാത്തൊന്നും ഭയങ്കര ചോദ്യമാണല്ലോ. തിന്നുന്ന നാളിൽ നിന്നല്ലേ പറഞ്ഞത്? 950 പേജിലുള്ള ഒരു പുസ്തകം എന്നേക്കുമായി നിലനിൽക്കുവാനായിട്ടാണ് ആ പുസ്തകം സൃഷ്ടിച്ചത്. ഒരു കുട്ടി അതിന്റെ 1ാമത്തെ പേജ് ഉണ്ടാക്കിയ ദിവസം തന്നെ കീറിക്കളഞ്ഞു. അടുത്ത ദിവസം 2ാമത്തെ പേജ്, 3-ാം ദിവസം 3ാമത്തെ പേജ്, 4-ാം ദിവസം 4ാമത്തെ പേജ്, 50-ാം ദിവസം 50-ാമത്തെ പേജ്, 1000-ാമത്തെ ദിവസം 1000-ാമത്തെ പേജ്. അങ്ങനെ അവനെ പറിച്ചു 1500 പേജുകളും 1500 ദിവസം കൊണ്ട് പറിച്ചു. ഈ പുസ്തകത്തിന്റെ മരണം എപ്പോഴാണ് തുടങ്ങിയത്? അവസാനത്തെ പേജ് പറിച്ചു കളഞ്ഞപ്പോഴാണോ പുസ്തകം ചത്തത്? അതോ ആദ്യത്തെ പേജ് പറിച്ചപ്പോഴേ മരണമെന്ന് പറഞ്ഞ പ്രമാണമോ പുസ്തകത്തിന്മേൽ വന്നു? സുബോധമുള്ള ഏതൊരാളും പറയും, ആദ്യത്തെ പേജ് പറിച്ചപ്പോൾ തന്നെ എന്നേക്കും ഇരിക്കുവാനായി സൃഷ്ടിക്കപ്പെട്ട 1500 പേജുള്ളതായിരിക്കുന്ന പുസ്തകത്തിന് മരണം ആരംഭിച്ചു. മരണമണി മുഴങ്ങി, മരണമണി മുഴങ്ങി. മനുഷ്യരായ നമുക്ക് എത്ര വർഷം നാം ജീവിച്ചിരിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ മേപ്പെട്ടിടുന്നു. എനിക്കിപ്പോ 83 ആയതുകൊണ്ട് ഞാൻ പറയും 82, 83.
എന്നാൽ ആയുസറിയാവുന്നതായിരിക്കും ദൈവം അവിടെ നിന്നല്ല. 100 വർഷം ജീവിച്ചിരിക്കുവാനായി സൃഷ്ടിച്ച ഈ മനുഷ്യന് ഒരു ദിവസം കഴിഞ്ഞപ്പോ ദൈവം പറയും 99 വർഷവും 364 ദിവസവും മാത്രം അവശേഷിച്ചിരിക്കുന്നു. ഒരു വർഷം കഴിയുമ്പോൾ 364 വർഷമേ ഇനിയുള്ളൂ. അങ്ങനെ എണ്ണി 10, 9, 8, 7, 6, 5, 4, 3, 2, 8 തീർന്നു. കൗണ്ട് ഡൗൺ. നമ്മൾ കൗണ്ട് അപ്പാ ചെയ്യുന്നത്. കാരണം നമുക്കറിയില്ല എവിടെ വരെ പോകും. ദൈവത്തിന് എവിടെ വരെ പോകുന്നു. അതുകൊണ്ട് ദൈവം കൗണ്ട് ഡൗൺ ചെയ്യുന്നു. ദ കൗണ്ട് ഡൗൺ ബിഗാൻ. പാപം ചെയ്ത മനുഷ്യന്റെ ആയുസിനെ പറ്റി പറയുമ്പോൾ God began the counting down. The countdown began. നമ്മൾ പറയും കൗണ്ട് അപ്പ്. ഇത്ര വർഷം ജീവിച്ചു എന്നൊക്കെ പറയും. ഒരു മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നും മനുഷ്യൻ അകന്നു പോകുന്നു എന്ന് പറയുന്നത് അതിഭയങ്കരമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ബൈബിളിന്റെ ശേഷിച്ച പുസ്തകം മുഴുവൻ ശ്രമിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൽ നിന്നും അകന്നു പോയതായിരിക്കുന്ന മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ദ റെക്കൺസിലിയേഷൻ, ദ റിഡംഷൻ എന്നൊക്കെ പറയും. വീണ്ടെടുപ്പ്, മനുഷ്യന്റെ രക്ഷ. അതേക്കുറിച്ചാണ് ഈ ബൈബിളിൽ തുടർന്ന് പറയുന്നത്. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ഈ സമയത്ത് തന്നെ ഈ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാം. അപ്പൊ ഇന്ന് നാം കണ്ടതായിരിക്കുന്ന പാഠങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ദൈവം നമ്മെ സൃഷ്ടിച്ച വിശുദ്ധരായിട്ടാണ്, നീതിമാന്മാരായിട്ടാണ്, ശുദ്ധ മനസാക്ഷിയോടെയാണ്, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. എന്നേക്കും വാഴുവാനാണ് നമ്മെ സൃഷ്ടിച്ചത്. ദൈവം നമ്മെ ഏറ്റവും അനുഗ്രഹീതമായ അവസ്ഥയിലാണ് കൊണ്ടാക്കിയത്. പക്ഷെ നാം ആകട്ടെ എന്ത് ചെയ്തു? ദൈവത്തിന്റെ വാക്കുകളേക്കാൾ ദൈവത്തിന്റെ ശത്രുവായ സാത്താന്റെ വാക്കുകൾ വിശ്വസിച്ചതുകൊണ്ട് ഈ അവസ്ഥയിലായി തീർന്നു. ഒരാവശ്യവും ആദമിനുണ്ടായിരുന്നില്ല. ആദമിനറിയാം സാത്താൻ ആരാണ്, അവൻ സൃഷ്ടിയാണെന്നറിയാം. അപ്പൊ ഒരു സൃഷ്ടിയോടെ നീ ചാകുകയില്ലെന്ന് പറയുമ്പോ സൃഷ്ടാവ് പറയുന്നു ചാകുമെന്ന് പറയുന്നു. ഏതിനെ വിശ്വസിക്കണം? സൃഷ്ടാവ് പറഞ്ഞ പ്രസ്താവിനെ വിശ്വസിക്കണമോ വേറൊരു സൃഷ്ടി പറഞ്ഞ പ്രസ്താവിനെ വിശ്വസിക്കണം? ഇതാണ് ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യൻ വിശ്വസിക്കാനായിട്ട് തുടങ്ങിയതാണ് മനുഷ്യന്റെ പാപത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അത് ഭയങ്കരമായിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേട്ട പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ദൈവവുമായുള്ള ബന്ധത്തിൽ മരിച്ചവരായിട്ടിരിക്കുന്നുവോ അതോ സജീവ കൂട്ടായ്മയിലാണ്? നിങ്ങൾ ദൈവവുമായിട്ട് ഉള്ള കൂട്ടായ്മ ബന്ധം എന്താണ്? സ്നേഹത്തിന്റെ ഊഷ്മളമായ ബന്ധം, തമ്മിൽ സംസാരിക്കുന്ന, ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ചെന്നിരുന്ന് ദൈവവുമായി കൂട്ടായ്മ അനുഭവിക്കുന്ന മനോഹരമായിരിക്കുന്ന ബന്ധമാണോ? അതോ പാപിയായ എന്നോട് കരുണ തോന്നണമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്നൊരു ജീവിതകാലം മുഴുവൻ കരഞ്ഞ് പാപിയായി തന്നെ മരിക്കുന്ന ഒരവസ്ഥയാണ്. ചിന്തിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസുകൾക്ക് അനുഗ്രഹമായി ഞാൻ വിചാരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് കാണാം. അതുവരെയും ദൈവത്തിന്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.